ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ വീണ്ടും മർദ്ദന പരാതി. ഇടുക്കിയിലും നടപടിയെടുക്കാതെ പോലീസ്. 2022 തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ഹൃദ്രോഗിയായ വ്യക്തിയെ മധു ബാബു ഓഫീസിൽ വെച്ച് ആക്രമിച്ചു എന്നാണ് കേസ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതിനെ തുടർന്ന് പരാതിക്കാരനായ തൊടുപുഴ സ്വദേശി മുരളീധരൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 2022 ഡിസംബർ മാസത്തിലാണ് തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന മധു ബാബു മുരളീധരനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിൽ സംസാരിക്കാനെന്ന് പറഞ്ഞാണ് മധു ബാബു മുരളീധരനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് മറ്റു പല കാര്യങ്ങളും ചോദിച്ച് ഇയാൾ പ്രകോപിതനാവുകയായിരുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ അന്നത്തെ ഡിവൈഎസ്പി മധുബാബു എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസ് സംബന്ധമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും അവിടെ വിളിച്ചു വരുത്തി ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ സുഖിതനായിട്ട് മനസ്സിന് കേൾക്കാൻ കൊള്ളൂല്ലാത്ത തെറികളെല്ലാം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വയർലെസ് ഫോൺ എന്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും അതുകൂടാതെ അദ്ദേഹം എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കസേരയോടുകൂടി മറിഞ്ഞു വീഴുകയും അതിന്റെ ശേഷം അദ്ദേഹം വളരെ സുഖിതനായിട്ട് വന്നു കഴിഞ്ഞ് നെഞ്ചത്ത് ചവിട്ടുകയും അവിടുന്ന് പോലീസുകാരെ കൂടി എന്നെ പിടിച്ചേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ ഇരു കർണവും കൈ ചുരുത്തി ഇടിക്കുകയും തെറികൾ വിളിച്ചു. തുടർന്ന് ആശുപത്രിയിലെത്തിയെങ്കിലും മധുബാബു ഇടപെട്ട് ചികിത്സ തുടരാൻ അനുവദിച്ചില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയാണ് തുടർ ചികിത്സ ഉറപ്പാക്കിയത്. മധു ബാബുവിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും മുരളീധരൻ പറയുന്നു. ഇതിനു പിന്നാലെയാണ് മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനിടെ കേസ് ഒത്തുതീർപ്പാക്കാൻ ഉന്നതർ മുഖാന്തരം മധു ബാബു ഇടപെടൽ നടത്തിയെന്നും സമ്മർദ്ദം ചെലുത്തിയെന്നും മുരളീധരൻ വെളിപ്പെടുത്തുന്നു. സുബിൻ തോമസ്, ജനം, ഇടുക്കി.